ഹലോ, നമസ്കാരം. ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. നമ്മളുടെ മീഡിയയിൽ പരിചയപ്പെട്ടതാണ് ഒരു ലേഖ എന്ന് പറഞ്ഞ പാവം ക്യാൻസറായിട്ട് ഇപ്പോൾ കീമ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. പുള്ളിക്ക് ഞാൻ ലൈക്ക് അടിക്കാനും എല്ലാം എഴുതി അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണല്ലേ. നമ്മൾ ജീവിതത്തിൽ പല സ്വപ്നങ്ങൾ, അതായത് ഈ വർഷം ഇങ്ങനെ ആണ്, അടുത്ത വർഷം നമ്മൾ ശരിയാവും എന്ന് വിചാരിക്കും. ആ വർഷം ഓടിപ്പോവും. അടുത്ത വർഷം നമ്മൾ ചിന്തിക്കും, ജീവനോടുകൂടി ഉണ്ടെങ്കിൽ ഈ വർഷമെങ്കിലും നമ്മളൊന്ന് ശരിയാവും എന്ന് വിചാരിക്കും. പക്ഷേ അസുഖം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ക്യാൻസറും അതും ഇതും കിഡ്നിക്ക് പ്രോബ്ലങ്ങളും എല്ലാം വരുമ്പോൾ, നമ്മളെല്ലാം ഈ പ്രായത്തിലും ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ട്. പ്രപഞ്ചത്തിൻ്റെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം കൂടെയുണ്ട്. എനിക്ക് പല്ല് മോണവേദനയായിരുന്നു 3-4 ദിവസമായിട്ട്. ഇപ്പോൾ ഇതാണ് ഇത്തിരി ഒന്ന് കുറഞ്ഞിരിക്കണം. അപ്പോൾ മനുഷ്യനായിട്ട് ജീവിക്കുക, അല്ലാതെ മൃഗങ്ങളെ പോലെ ആവരുത്. കാരണം ദൈവം വിചാരിച്ചാൽ നമുക്ക് നിമിഷ നേരം മതി എന്തെങ്കിലും സംഭവിക്കാൻ. പണം കൊണ്ട് ഒന്നും നേടാനില്ല. സ്നേഹത്തിൻ്റെ മുന്നിൽ മാത്രമേ നമുക്ക് നേടാൻ പറ്റുകയുള്ളൂ. അസുഖം വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ നമ്മുടെ ബാങ്കിൽ ഉണ്ട് എന്ന് വയ്ക്കുക. ഈ 1 ലക്ഷവും 2 ലക്ഷവും കണ്ട് നമ്മൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ നമുക്കൊരു ജലദോഷം ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ മരുന്ന് മേടിക്കാൻ കഴിയില്ല. അപ്പോൾ അഹങ്കാരം അരുത്. എപ്പോഴും നല്ല ചിന്തകൾ, നല്ല പ്രവർത്തിക്കുക, മറ്റുള്ളവർ നന്നാവണം എന്ന് ചിന്തിക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ. കുറ്റം പറയുക, അവരിനെ കുറ്റം പറയുക, ഇവരിനെ കുറ്റം പറയുക, അത് കണ്ട് സന്തോഷിക്കുക. ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു അസുഖം വരുമ്പോൾ അത് കണ്ട് ചിരിക്കുക. ഇതൊന്നും വേണ്ട ആർക്കും. കാരണം ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഒന്നും നേടിയതൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യ സത്യം. ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരെയും സ്നേഹിക്കുക. ചില വ്യക്തികളെ നമുക്ക് ചിലപ്പോൾ സ്നേഹിക്കാൻ കഴിയില്ല. അത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾക്ക് തരുന്ന വേദനകളാണ് നമുക്കത് മറക്കാൻ പറ്റാത്തത്. മറക്കേണ്ട കാര്യങ്ങൾ മറക്കുക, നമ്മൾ ജീവിക്കുക, ആരോഗ്യമുണ്ടെങ്കിൽ അധ്വാനിക്കുക. അപ്പോൾ എല്ലാവരിനോടും സ്നേഹം മാത്രമോടുകൂടി ശാന്തകുമാരി കുവൈറ്റാണ്. അപ്പോൾ എല്ലാവരും ലേഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് ആ കുട്ടിയെ കാണുമ്പോൾ കാര്യം ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും അവൾ തൻ്റെ ഇടത്തോടുകൂടി, അതായത് ധൈര്യത്തോടുകൂടി നിന്ന് സംസാരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതുതന്നെയാണ് നല്ലത്. കരയരുത് എപ്പോഴും. അസുഖം വന്നു കഴിഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ വയലൻ്റായിപ്പോവും. അപ്പോൾ കരയരുത്, തൻ്റെ ഇടത്തോടുകൂടി നേരിടണം. എല്ലാവരും ലേഖയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ കുറേ പാവങ്ങൾക്കൊക്കെ സഹായിക്കണം എന്നുള്ളൊരു മനസ്ഥിതിയോടുകൂടിയാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഉമ്മ.